എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SCRT 8ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ബേസിക് സയൻസ് എന്ന സബ്ജക്റ്റിലെ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അപ്പോൾ കഴിഞ്ഞ 3 ചാപ്റ്റേഴ്സ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കഴിഞ്ഞ 3 ക്ലാസ്സുകളുടെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന തന്മാത്രകളിൽ തുല്യ എണ്ണം ആറ്റങ്ങളുള്ളവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ CO2 NaCl NH3 H2O ZnCl2 SO2 H2O2. ആൻസർ നോക്കാം. ഇതിൽ സെയിം എണ്ണം, അതായത് ആറ്റങ്ങൾ തുല്യ എണ്ണമുള്ള തന്മാത്രകൾ CO2 H2O ZnCl2 SO2 എന്നിവയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CO2ൽ കാർബണും ഓക്സിജനും 3 ആറ്റങ്ങളാണുള്ളത്. H2Oയിലും അങ്ങനെ തന്നെ 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റമാണുള്ളത്. പിന്നെ സിങ്ക് ക്ലോറൈഡിൽ സിങ്ക് 1 ആറ്റവും പിന്നെ ക്ലോറൈഡ് 2 ആറ്റമാണ് വരുന്നത്, ക്ലോറിൻ 2 ആറ്റമാണ് വരുന്നത്. അപ്പോൾ 3 ആറ്റമാണ് ടോട്ടൽ വരുന്നത്. SO2 എന്ന് പറയുമ്പോൾ സൾഫർ 1 ആറ്റവും ഓക്സിജൻ 2 ആറ്റം ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 3 ആറ്റമാണ് ഉള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സിൽ നിന്നും അനുയോജ്യമായ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. അലുമിനിയം, ഫെറം, കാൽഷ്യം, അറം, കാപ്രം, K, Au, Fe, Al, Cu. അപ്പോൾ ഇതിൽ സ്വർണം എന്ന് പറഞ്ഞാൽ ഓറമാണ്, അതിൻ്റെ പ്രതീകം Au ആണ്. അതായത് സ്വർണത്തിന് പ്രതീകം Au വരാൻ കാരണമായ പേരാണ് ഓറം. പിന്നെ പൊട്ടാസ്യത്തിൻ്റെത് പ്രതീകത്തിന് കാരണമായ പേര് കാലിയമാണ്, അതിൻ്റെ പ്രതീകം K ആണ്. പിന്നെ ചെമ്പിൻ്റെത് കുപ്രമാണ് പ്രതീകത്തിന് കാരണമായ പേര്, Cu എന്നാണ് ചെമ്പിൻ്റെ പ്രതീകം. പിന്നെ ഇരുമ്പിൻ്റെ ആ ഒരു പ്രതീകത്തിന് കാരണമായ പേരാണ് ഫെറം, അതിൻ്റെ പ്രതീകം Fe ആണ്. പിന്നെ അലുമിനിയത്തിൻ്റെ പ്രതീകത്തിന് കാരണമായ പേരാണ് അലുമിനിയം, അതിൻ്റെ പ്രതീകം Al ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൽ ഹംഫ്രി ഡേവിയാണ് വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് വിഭജിക്കാം എന്ന് കണ്ടുപിടിച്ചത്. പിന്നെ ഹെൻറി കാവൻഡിഷ് നൽകിയ സംഭാവന എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. അപ്പോൾ ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി നൽകിയ സംഭാവനകളാണ് വൈദ്യുതി കടത്തിവിട്ടാൽ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോക്സിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂരിപ്പിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ നോക്കാം. ഇതിൽ അമേരീഷ്യം എന്നുള്ള ആ ഒരു മൂലകം വന്നത് അമേരിക്ക എന്നുള്ള രാജ്യത്തു നിന്നാണ്, ആ രാജ്യത്തിൻ്റെ പേരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രതീകം Am ആണ്. പിന്നെ റുബീഡിയം എന്നാണ് മൂലകത്തിൻ്റെ പേര്, അതിൻ്റെ പ്രതീകം Rb ആണ്, അത് വന്ന വഴി നിറം ആണ്. പിന്നെ അടുത്തത് നെപ്റ്റ്യൂണിയം മൂലകത്തിൻ്റെ പേരാണ്, അത് ഗ്രഹത്തിൻ്റെ പേരിൽ നിന്നാണ് ആ ഒരു മൂലകത്തിന് പേര് വന്നത്, Np ആണ് അതിൻ്റെ പ്രതീകം. അടുത്ത ക്വസ്റ്റ്യൻ, F എന്നത് ഫ്ലൂറിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് F2, 2F, 2F2 എന്നിവ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? 5F2, F2ൽ എത്ര തന്മാത്രകളും ആറ്റങ്ങളുമുണ്ട്? അപ്പോൾ ഇത് F2 എന്ന് പറയുന്നത് Fൻ്റെ ഒരു തന്മാത്രയാണ്, അതായത് F2 എന്ന് പറയുന്നത് Fൻ്റെ ഒരു തന്മാത്രയാണ്. 2F എന്നത് Fൻ്റെ 2 ആറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ 2F2 എന്നുള്ളത് Fൻ്റെ 2 തന്മാത്രയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ F2 എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ്, 2F എന്ന് പറഞ്ഞാൽ Fൻ്റെ 2 ആറ്റങ്ങളാണ്, പിന്നെ 2F2 എന്ന് പറയുന്നത് Fൻ്റെ 2 തന്മാത്രയാണ്. അപ്പോൾ ഈ 5F2ൽ എത്ര തന്മാത്രകളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 5 തന്മാത്രയും പിന്നെ ആറ്റങ്ങൾ 10 എണ്ണമാണ്. ഫ്ലൂറിൻ്റെത് ഒരു തന്മാത്ര ആവുന്നത് 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു തന്മാത്ര ആവുന്നത്. അപ്പോൾ ഇവിടെ 5 തന്മാത്രകളാണുള്ളത്, അതുകൊണ്ട് തന്നെ 10 ആറ്റങ്ങളാണ് ഉള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അനുയോജ്യമായി പൂരിപ്പിക്കുക. അപ്പോൾ അയണിൻ്റെ പ്രതീകം
എന്ന് പറയുന്നത് Fe ആണ്. അത് വന്ന വഴിയാണ്, ആ പ്രതീകം വന്ന വഴിയാണ് ഫെറം. പൊട്ടാസ്യം എന്നുള്ള ആ ഒരു മൂലകത്തിൻ്റെ പേര് പ്രതീകം വന്ന വഴി കാലിയം എന്നുള്ള പദത്തിൽ നിന്നാണ്. അതിൻ്റെ പ്രതീകം K ആണ്. കുപ്രം എന്നുള്ള വാക്കിൽ നിന്നാണ് അതിൻ്റെ പ്രതീകം Cu ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകത്തിൻ്റെ പേര് പ്രതീകം. കാർബണിൻ്റെ പ്രതീകമാണ് C. പിന്നെ നൈട്രജൻ്റെ പ്രതീകം N ആണ്. കാൽഷ്യത്തിൻ്റെ പ്രതീകം Ca ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബോയിലിംഗ് ട്യൂബിൽ പഞ്ചസാര എടുത്ത് ചൂടാക്കുന്നു. ഈ പരീക്ഷണത്തിൻ്റെ പ്രവർത്തനക്രമം എഴുതുക. ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാമായിരിക്കും? അപ്പോൾ ഇതിൽ ഒരു ബോയിലിംഗ് ട്യൂബിൽ പഞ്ചസാര എടുത്ത് ചൂടാക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കാർബണും ജലവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടിക പരിശോധിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ഒരു രാസസമവാക്യം എഴുതുക. ഈ രാസസമവാക്യം സമീകൃത രാസസമവാക്യമാണ്. എന്തുകൊണ്ട്? അതായത് ഇവിടെ നോക്കാം, ഇവിടെ C+O2 CO2 അല്ലെങ്കിൽ H2+Cl2 2HCl. അപ്പോൾ എല്ലാത്തിൻ്റെയും രാസസമവാക്യം സമീകൃത രാസസമവാക്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഭികാരങ്ങളിലെയും ഉൽപ്പന്നങ്ങളിലെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണ്. അഭികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് എന്ന് പറയില്ലേ, അതിനാണ് ഈ അഭികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും കൂടിയിട്ടാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര ഉണ്ടാകുന്നത്. അവിടെ ഉള്ള ടോട്ടൽ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 തന്നെയാണ്, മാറിയിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായവ മാത്രം എടുത്തെഴുതുക. ആൻസർ നോക്കാം. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവം കാണിക്കുന്നു. പിന്നെ മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങളും ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. പിന്നെ മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചില രാസസമവാക്യങ്ങൾ നൽകിയിരുന്നു. ഇവയിൽ സമീകരിക്കാത്ത സമവാക്യം ഏത് എന്ന് എഴുതുക. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഏവ? ഈ പ്രവർത്തനം സമീകരിച്ചെഴുതണമെങ്കിൽ എത്ര തന്മാത്രാ ഉൽപ്പന്നം വേണ്ടിവരും? അപ്പോൾ നോക്കാം, ഇതിൽ സമീകരിക്കാത്ത സമവാക്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ സമവാക്യമാണ്. H2+I2 എന്ന് പറയുന്നത് HI ആണ് വരുന്നത്. പിന്നെ ഈ പ്രവർത്തനത്തിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഏവ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഭികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും അയോഡിനാണ്. ഉൽപ്പന്നം HI ആണ്, അതായത് ഹൈഡ്രജനും അയോഡിനും കൂടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ഈ പ്രവർത്തനം സമീകരിച്ച് എഴുതണമെങ്കിൽ എത്ര തന്മാത്ര ഉൽപ്പന്നം വേണ്ടി വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 തന്മാത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 6H2 ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം കണക്കാക്കി എഴുതുക. 5Na തന്മാത്രകളുടെ എണ്ണം എത്ര? 10 തന്മാത്ര ഫോസ്ഫറസിൻ്റെ ചുരുക്കെഴുത്ത് എന്ത്? ഇതിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങൾ. അപ്പോൾ ഇതിൽ 6H2 ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം കണക്കാക്കി എഴുതുക എന്ന് പറയുമ്പോൾ 6H2 എന്ന് പറയുമ്പോൾ അവിടെ ആറ്റങ്ങൾ 12 ആണുള്ളത്. അതായത് H2 എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജനിൽ 2 ആറ്റാണുള്ളത്. അപ്പോൾ 6 തന്മാത്രയാണുള്ളത്. അപ്പോൾ 6 × 2 12 ആറ്റങ്ങൾ, പിന്നെ 6 തന്മാത്രയാണ് ഉള്ളത്. 5Na തന്മാത്രകളുടെ എണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 ആണ്. പിന്നെ 10 തന്മാത്ര ഫോസ്ഫറസിൻ്റെ ചുരുക്കെഴുത്ത് എന്ത്? അപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങൾ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോസ്ഫറസ് എന്ന് പറയുന്നതിൻ്റെ ഒരാറ്റം P ആണ്, ഒരു തന്മാത്ര എന്ന് പറയുന്നത് P4 ആണ്. 10 തന്മാത്ര ഫോസ്ഫറസിൻ്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുമ്പോൾ 10 P4 ആണ്. അപ്പോൾ ഇതിൽ 40 ആറ്റങ്ങളാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പട്ടിക പൂർത്തിയാക്കുക. സോഡിയം, അയൺ ഇവയുടെ പ്രതീകങ്ങൾ സ്വീകരിച്ചതിൻ്റെ മാനദണ്ഡം എന്ത്? അപ്പോൾ ഇതിൽ നോക്കാം, കാൽസ്യം എന്നുള്ളതിൻ്റെ ലാറ്റിൻ നാമമാണ് കാൽഷ്യം. അതിൻ്റെ പ്രതീകം Ca ആണ്. സോഡിയത്തിൻ്റെത് നാട്രിയം എന്നുള്ള അതാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാറ്റിൻ നാമമാണ് വരുന്നത്. അതിൻ്റെ പ്രതീകം Na ആണ്. ക്ലോറിൻ എന്നുള്ളതിൻ്റെ ലാറ്റിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നാമമാണ് ക്ലോറിൻ. അതിൻ്റെ പ്രതീകം Cl ആണ്. അയണിൻ്റെ ലാറ്റിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നാമമാണ് ഫെറം. ഫെറം എന്നുള്ള അതിൻ്റെ പ്രതീകമാണ് Fe. അപ്പോൾ ഇതിൽ സോഡിയം, അയൺ എന്നിവയുടെ പ്രതീകങ്ങൾ സ്വീകരിച്ചതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ലാറ്റിൻ നാമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനുയോജ്യമായവ ചേർത്തെഴുതുക. നോക്കാം, ക്യൂറിയം, മേരി ക്യൂറി CM. അതായത് ക്യൂറിയം എന്നുള്ള ഒരു പേരിൻ്റെ നാമകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മേരി ക്യൂറി എന്നുള്ള ആ ഒരു
ശാസ്ത്രജ്ഞയുടെ പേരിൽ നിന്നുമാണ് വരുന്നത്. അതിൻ്റെ പ്രതീകം CM ആണ്. ക്ലോറിൻ എന്നുള്ള ആ ഒരു നാമകരണത്തിൻ്റെ ആ ഒരു മൂലകത്തിൻ്റെ നാമകരണത്തിൻ്റെ അടിസ്ഥാനം ക്ലോറോ, അതിൻ്റെ പ്രതീകം Cl. പൊളോണിയം എന്നുള്ള ആ ഒരു മൂലകത്തിൻ്റെ നാമകരണത്തിൻ്റെ അടിസ്ഥാനം പോളണ്ട് എന്നുള്ള രാജ്യത്തിൻ്റെ നെയിമാണ്. അതിൻ്റെ സിമ്പല് പ്രതീകം PO ആണ്. ടൈറ്റാനിയം എന്നുള്ള ആ ഒരു മൂലകത്തിൻ്റെ പേര് വന്നത് ടൈറ്റാൻ എന്നുള്ള ആ ഒരു വേർഡിൽ നിന്നാണ്. അതിൻ്റെ പ്രതീകം Ti ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുത്ത് ശക്തമായി ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബിൻ്റെ അടിവശത്ത് കാണപ്പെടുന്ന കറുത്ത പദാർത്ഥം എന്ത്? ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ കാണപ്പെടുന്ന പദാർത്ഥം എന്ത്? പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ഇതിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിവശത്ത് കാണപ്പെടുന്ന കറുത്ത പദാർത്ഥമാണ് കാർബൺ. പിന്നെ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ കാണപ്പെടുന്ന പദാർത്ഥം ജലമാണ്. പിന്നെ പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചൈന ഡിഷിൽ കുറച്ച് കർപ്പൂരം കഷ്ണങ്ങൾ എടുത്ത് ശക്തിയായി ചൂടാക്കുന്നു. നിരീക്ഷണം എഴുതുക. കർപ്പൂരത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കണികൾ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ കർപ്പൂരം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവും. ഒരു ചൈന ഡിഷിൽ കുറച്ച് കർപ്പൂര കഷ്ണങ്ങൾ എടുത്ത് ശക്തിയായിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കർപ്പൂരം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവും. കർപ്പൂരത്തിൻ്റെ ഗന്ധം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കണികൾ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണികളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതായതിനാലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്ത സംയുക്ത തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കാം. 10NH3 എന്നുള്ള ആ ഒരു ഇതിൻ്റെ ആകെ എണ്ണം തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 40 വരുന്നത്. 10N എന്ന് പറയുമ്പോൾ 10 വരും. പിന്നെ 10H3 എന്ന് പറയുമ്പോൾ 10 × 3 30, 30 + 10 40 വരുന്നത്. പിന്നെ അടുത്തതിൽ വരുന്നത് 4C12H22O11 എന്നുള്ള ആ ഒരു തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 180 പിന്നെ 5ZnCl2 സിംഗ്ലോറൈഡ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ആകെ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 15 അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 5 സിങ്കും പിന്നെ ക്ലോറൈഡ് എന്ന് പറയുമ്പം അവിടെ ഓൾറെഡി ഒരു തന്മാത്രയിൽ 2 ആറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ 2 × 5 10, 10 + 5 15 വരുന്നത്. പിന്നെ 8H2O എന്നുള്ള ആ ഒരു തന്മാത്രയിൽ 8H2 എന്ന് പറയുമ്പോൾ അവിടെ 16 വരും. പിന്നെ 16 + 8 ഓക്സിജനാണ് വരുന്നത്. അത് 24 വരുന്നത്. 24 ആറ്റങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സമവാക്യങ്ങളെ സമീകരിക്കുക. N2H2 NH3 H2Cl2 HCl. അപ്പോൾ ഇതിൽ N2 + 3H2 എന്ന് പറയുന്നതാണ് 2NH3. പിന്നെ H2 + Cl2 2HCl ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തന്മാത്രകളും അതിൻ്റെ ആറ്റങ്ങളുടെ ആകെ എണ്ണമാണ് പറയുന്നത്. H2SO4 എന്നുള്ളതിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം 7. C12H22O11 എന്നുള്ള ആ ഒരു തന്മാത്രയിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം 45. 5H2O എന്നുള്ള ആ ഒരു തന്മാത്രയിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം 15 വരുന്നത്. അടുത്തത്, ബോക്സിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. ഇതിലെ മൂലകങ്ങളും സംയുക്തങ്ങളും ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മൂലകങ്ങൾ H2O2 Cl2 N2. പിന്നെ സംയുക്തങ്ങൾ H2O HCl H2SO4 HNO3. മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ ഒരു തന്മാത്ര എന്ന് പറയുന്നത് 2 ആറ്റങ്ങൾ കൂടി ചേർന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ്റെയും ക്ലോറിൻ്റെയും നൈട്രജൻ്റെയും അങ്ങനെ തന്നെയാണ്. 2 ആറ്റങ്ങൾ കൂടി ചേർന്നാലാണ് ഒരു തന്മാത്ര ഉണ്ടാവുന്നത്. അപ്പോൾ സംയുക്തങ്ങളാണ് H2O ജലമാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പിന്നെ നൈട്രിക് ആസിഡ് എന്നിവയാണ് സംയുക്തങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പദാർത്ഥത്തിൽ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്ര. അതായത് പദാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിലെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന മൂലക തന്മാത്രകളെ പട്ടികപ്പെടുത്തുക. ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികമായിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ ഏക ആറ്റോമികം എന്ന് പറയുന്നത് HE ആണ്. HENaAr ആർഗൺ എന്നിവയാണ് ഏക ആറ്റോമികം. ദ്വയ ആറ്റോമികം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ ആണ്. പിന്നെ ബഹു അറ്റോമികം P4S8. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത സംയുക്തങ്ങളുടെ രാസസൂത്രം എഴുതുക. ഹൈഡ്രജൻ പെറോക്സൈഡ്, പിന്നെ സിങ്ക് ക്ലോറൈഡ് എന്നിവയുടെ രാസസൂത്രമാണ് എഴുതാൻ പറ്റുള്ളത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ രാസസൂത്രമാണ് H2O2. സിങ്ക് ക്ലോറൈഡിൻ്റെ രാസസൂത്രമാണ് ZnCl2. അടുത്ത ക്വസ്റ്റ്യൻ, അനുയോജ്യമായവ ചേർത്തെഴുതുക. ഇതിൽ തന്മാത്ര എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അവയിലെ ആറ്റങ്ങൾ കാർബണും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയാണ്. അതിലെ ആറ്റങ്ങളാണ് ഹൈഡ്രജനും ക്ലോറിനും. പിന്നെ ജലം എന്ന് പറയുമ്പോൾ അവയിലെ ആറ്റങ്ങൾ ഹൈഡ്രജൻ, ഓക്സിജനാണ്. പഞ്ചസാരയിലെ ആറ്റങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളും പിന്നെ നാമകരണത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണ് പറയുന്നത്. ഇതിൽ പൊളോണിയം പോളണ്ട്, ക്രോം, പിന്നെ നെപ്റ്റ്യൂൺ. അതായത് പൊളോണിയം എന്നുള്ള മൂലകത്തിൻ്റെ നാമകരണത്തിന് അടിസ്ഥാനമായിട്ട് വരുന്നത് പോളണ്ടാണ്. പോളണ്ട് എന്നുള്ള വാക്കിൽ നിന്നാണ്. ക്രോമിയം എന്നുള്ള മൂലകം ക്രോം എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നും വന്നതാണ്. പിന്നെ നെപ്റ്റ്യൂണിയം എന്നുള്ള ആ ഒരു മൂലകത്തിൻ്റെ പേര് നെപ്റ്റ്യൂൺ എന്നുള്ള വാക്കിൽ നിന്നും വന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 രാസസമവാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. H2O2 എന്ന് പറയുന്നത് H2O+O2 എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സമവാക്യം Zn+2HCl എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് ZnCl2+H2. മുകളിൽ തന്നിരിക്കുന്നവയിൽ സമീകരിക്കാത്ത സമവാക്യം ഏത്? ഈ സമവാക്യത്തെ സമീകരിച്ച സമവാക്യത്തിലെ ഉൽപ്പന്നങ്ങളെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. അപ്പോൾ ഇതിൽ മുകളിൽ തന്നിരിക്കുന്നവയിൽ സമീകരിക്കാത്ത സമവാക്യം എന്ന് പറയുന്നത് ഒന്നാമത്തതാണ്. H2O2 എന്ന് പറയുന്നത് H2O+O2 ആണ്. അപ്പോൾ ഈ സമവാക്യത്തെ സമീകരിക്കാൻ വേണ്ടിയിട്ട് 2H2O2 എന്ന് പറയുന്നത് 2H2O+O2 എന്നായിട്ട് വരും. സമീകരിച്ച സമവാക്യത്തിലെ ഉൽപ്പന്നങ്ങളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സമീകരിച്ച സമവാക്യം എന്ന് പറയുന്നത് 2H2O2 എന്ന് പറയുന്നത് 2H2O+O2 ആണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 2H2 എന്ന് പറയുമ്പോൾ അവിടെ 4 ആറ്റങ്ങൾ വന്നു. പിന്നെ 2O എന്ന് പറയുമ്പോൾ അവിടെ 2 ആറ്റങ്ങൾ വന്നു. അപ്പം ടോട്ടൽ 6 ആയി. പിന്നെ O2 എന്ന് പറയുമ്പോൾ അതിൽ 2 ആറ്റം ഉണ്ട്. അപ്പോൾ 8 ആറ്റങ്ങളാണ് ടോട്ടൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സമീകൃത സമവാക്യങ്ങളെ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളെയും പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇതിൽ അഭികാരങ്ങൾ എന്ന് പറയുമ്പം അതിൽ N2 3H2 ആണ്. ഉൽപ്പന്നങ്ങൾ 2NH3 അല്ലെങ്കിൽ 2NH3 ആണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സമവാക്യത്തിലെ അഭികാരങ്ങൾ എന്ന് പറയുന്നത് MgO2 ആണ്. അതിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് MgO അല്ലെങ്കിൽ 2MgO ആണ്. പിന്നെ മൂന്നാമത്തെ സമവാക്യത്തിലെ അഭികാരങ്ങളാണ് CO2. പിന്നെ ഇതിൻ്റെ ഉൽപ്പന്നമാണ് CO2. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 29 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.